ഇന്ന് IDFകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയോ? നമ്മുടെ മഹത്തായ ഭാരത മഹാരാജ്യമാണ്. ഇന്ന് IDFകാർ ഏറ്റവും അധികം വെക്കേഷനിങ്ങിന് വരുന്നത് ഇന്ത്യയിലാണ്. പ്രധാനമായും ഹിമാചൽ പ്രദേശ് ഹാസ് ബിക്കം എ മിനി ഇസ്രായേൽ എന്ന് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിൽ, പിന്നെ ഗോവയിൽ, പിന്നെ നമ്മുടെ വർക്കലയിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും സേഫസ്റ്റ് എന്താണ് ദ മോസ്റ്റ് ഫേവേർഡ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. കേസില്ലാത്തതുകൊണ്ട്. കേസിൽ അതാണ് അതിലൊരു തമാശ എന്ന് വെച്ചാൽ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഇന്ത്യയിലും കേസ് തുടങ്ങിക്കഴിഞ്ഞു. 2 കേസ് അവരിവിടെ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് കഴിഞ്ഞ വർഷം മെയിൽ കൊടുത്തതാണ്, പിന്നെ ഈ ഓഗസ്റ്റിലൊരു കേസ് കൊടുത്തു. 2 മെയിൽ കഴിഞ്ഞ വർഷത്തെ കേസിൻ്റെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആരാണ് ആളെന്നൊക്കെ ഉള്ളത്. ഇതിൽ അവരുടെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചത് ഈ ഓഗസ്റ്റിലാണ് നടക്കുന്നത്. എനിക്കൊന്ന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും യഥാർത്ഥത്തിൽ ഇത്തരം കേസുകൾ അതിൽ ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥമാണ്, ലീഗലി ബൗണ്ടാണ്. ബിക്കോസ് നമ്മൾ ജനീവ കൺവെൻഷൻ സിഗ്നേറ്ററിയാണ്. 1949 ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് അതിനെ തടയാനുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാസ് ബ്രീച്ചുകളുണ്ട്, ഗ്രേവ് ബ്രീച്ചുകൾ, അതിനെതിരായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ഇന്ത്യ അതിൽ സിഗ്നേറ്ററിയാണ്. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്താണ്. അത് റാറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, എന്താ അറിയോ? ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960 എന്നൊരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960യുടെ സെക്ഷൻ 3 പ്രകാരം ഈ ജനീവ കൺവെൻഷൻ ക്രൈമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ബ്രീച്ച് ചെയ്യുന്നത് ഇന്ത്യൻ നിയമപ്രകാരവും ഒരു ക്രൈമായിരിക്കും എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 4 പറയുന്നത് അറിയോ? അങ്ങനെ ഒരു ബ്രീച്ച് ഒരാൾ നടത്തിയാൽ, ലോകത്ത് എവിടെ നടത്തിയാലും അത് ഇന്ത്യയിൽ ഒരു ക്രൈം ചെയ്തതിന് തുല്യമായിട്ട് പരിഗണിക്കുമെന്നാണ് ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960യുടെ സെക്ഷൻ 4 പറയുന്നത്. ഇന്ത്യൻ നിയമമാണത്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51C പറയുന്നൊരു കാര്യമുണ്ട്, ഇൻ്റർനാഷണൽ ലോ അത് മാനിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഉത്തരവാദിത്തം, സ്റ്റേറ്റിന് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായി നമ്മൾ ബാധ്യസ്ഥരാണ്, നിയമപരമായും ബാധ്യസ്ഥരാണ്. നിയമപരമായി ഇങ്ങനെ ഇന്ത്യക്ക് പുറത്തെവിടെയാണെങ്കിലും ഈ ബ്രീച്ച് ഉണ്ടായ ഈ ജനീവ കൺവെൻഷനിൽ ക്രൈമായിട്ട് കരുതുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് പുറത്ത് ചെയ്താലും അത് ഇന്ത്യയിൽ ചെയ്തതായി പരിഗണിക്കുമെന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. അതുകൊണ്ട് ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഇവിടെ കേസ് കൊടുത്തത്. പക്ഷേ അത് എക്സിക്യൂട്ടീവ് അതിൽ മുന്നോട്ട് പോവില്ല, ഒരിക്കലും പോവില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും അങ്ങനെ അല്ല. ഇപ്പോൾ അർജൻറ്റീന പിന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ്. പക്ഷേ ഈ ഒരു IDF പട്ടാളക്കാരൻ അർജൻറ്റീനയിൽ ടൂറിന് വന്നപ്പോൾ ഇവരവിടെ കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്നതിന് അറിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അർജൻറ്റീനയിൽ പോലും അവന് നിൽക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ജുഡീഷ്യറി സ്ട്രോങ് ആണ്. ഇപ്പോൾ ലോകത്ത് എല്ലാ വൻകരകളിലും ഇവർ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞാൽ ഈ ലീഗൽ അഡ്വക്കസിയുടെ ചരിത്രത്തിലെ ഒരു അസാധാരണമായുള്ള അനുഭവമാണ് ഹിന്ദ് രജബ് HRF എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഹിന്ദ് രജബ് എന്ന് പറയുന്നത് ലോകത്തുള്ള മനുഷ്യാവകാശത്തിൻ്റെ ഒരു ഐക്കോണായി മാറിക്കഴിഞ്ഞു. ഇസ്രായേൽ ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അവരെ സംബന്ധിച്ച് അത് ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുക, അത് ഷൂട്ട് ചെയ്യുക. അത് ഇസ്രായേലിൽ ഈ റൈറ്റ് വിങ്ങുകാർ വിതരണം ചെയ്യുന്നൊരു ടീഷർട്ടുണ്ട്, വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ടീഷർട്ടിൽ ഉള്ള ഗ്രാഫിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ഒരു പലസ്തീനി സ്ത്രീയാണ്. അപ്പോൾ അവരുടെ തള്ളിയ വയറിൻ്റെ മേലൊരു പോയിൻറ്റ് ബ്ലാങ്കിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടാകും. മേലെ എഴുതി വെച്ചിരിക്കുന്നത് 1 വെടിക്ക് 2 പക്ഷി എന്നാണ്. 1 shot 2 birds എന്ന് എഴുതി വെച്ച ടീഷർട്ടുകൾ വിതരണം ചെയ്ത് ആ ടീഷർട്ടുകൾ ധരിച്ച് നടക്കുന്ന മനുഷ്യരുള്ള നാടാണത്. അങ്ങനെ ഒരു പലസ്തീനികൾക്കെതിരെയുള്ള വെറുപ്പിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുള്ള രാജ്യമാണത്. ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റാണത്. അവരിത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ അത് അൺഅക്കൗണ്ടഡ് ആയിട്ട് പോകില്ല. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ചരിത്രത്തിലും വർത്തമാനത്തിലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ഉദാഹരണമാണ് ഹിന്ദ് രജബ്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ പ്രഷർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് അന്വേഷിക്കേണ്ടി വന്നു. അവർ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്ത് എന്താണ്, ഞങ്ങളാണത് ചെയ്തിരിക്കുന്നത്. അതിന് മിലിറ്ററി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഇവർ ശിക്ഷിക്കുകയും ചെയ്യും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇസ്രായേൽ നേരത്തെയും ഗ്ലോബൽ പ്രഷർ കാരണം ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഡസൻസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിലാരെയും സാധാരണഗതിയിൽ ശിക്ഷിക്കാറില്ല.